എൻ്റെ പേര് സഞ്ജയ് മൊഹാപാത്ര. ഉപരിതല ശാസ്ത്രത്തിലെ ഒരു സാങ്കേതിക വിദഗ്ധനാണ്. പെയിൻറ്റ്സ് ആൻഡ് കോട്ടിംഗ് മേഖലയിൽ ഞാൻ 25 വർഷം ചെലവഴിച്ചു. നിലവിൽ ഉയർന്ന പരിശീലനം ലഭിച്ചതും പരിചയസമ്പന്നവുമായ ഒരു ഗവേഷണ ടീമിനെ നയിക്കുന്നു. ബാഹ്യ പെയിൻറ് ടെക്സ്ചറുകളും വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിന് ഞങ്ങൾ വ്യത്യസ്തവും നൂതനവും അതുല്യവുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപഭോക്താവിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിപുലമായ ലാബ് പരിശോധനകളും ഫീൽഡ് മൂല്യനിർണ്ണയവും വഴി ഇത് സാധൂകരിക്കപ്പെട്ടു. 300-ലധികം ചിത്രകാരന്മാർ ഉൾപ്പെടുന്ന ഇന്ത്യയിലുടനീളമുള്ള 1-ലധികം സ്ഥലങ്ങളിൽ ഞങ്ങളുടെ വർഷങ്ങളുടെ കഠിനാധ്വാനം, അറിവ്, ബുദ്ധി എന്നിവ നിങ്ങളോടൊപ്പം ബിർള ഓപ്പസ് ബാഹ്യ വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിലൂടെ ഉണ്ടാകും. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ എക്സ്റ്റീരിയർ പെയിന്റ് മാർക്കറ്റിനെ രൂപാന്തരപ്പെടുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നും 1.3 ബില്യൺ ഇന്ത്യക്കാരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഈ മഹത്തായ ദൗത്യത്തിൽ എൻ്റെ ടീം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ടീം നിങ്ങളെ ഓരോ ഉൽപ്പന്ന വിഭാഗങ്ങളിലൂടെയും കൊണ്ടുപോകും. ഹായ്, എൻ്റെ പേര് തിലോക് കത്താരിയ. എക്സ്റ്റീരിയർ എമൽഷനുകളിൽ നിന്ന് ഉപയോക്താക്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വീടിൻ്റെ ബാഹ്യരൂപം വീട്ടുടമസ്ഥർക്ക് അഭിമാനകരമായ കാര്യമാണ്. ഇത് കുടുംബത്തിൻ്റെ സാമൂഹ്യ പദവിയുടെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. ഡെവലപ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പ്രോപ്പർട്ടിക്ക് ഒരു നാഴികക്കല്ലാണെന്ന് തിരിച്ചറിയൽ നൽകുന്നു. ഇവിടെ എക്സ്റ്റീരിയർ പെയിന്റുകൾ ഈ സവിശേഷതയും സൗന്ദര്യാത്മക ആകർഷണവും നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എക്സ്റ്റീരിയർ എമൽഷൻ പെയിന്റ് മിനുസമാർന്ന ജല അധിഷ്ഠിത അക്രിലിക് വാൾ പെയിന്റ് അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ത്യയിൽ ഇന്ന് നാം കാണുന്ന വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളെ അവ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നാം കാണുന്നത് പോലെ കേരളത്തിലോ ആസമിലോ അതിതീവ്ര മഴയിലോ തികച്ചും ചൂടുള്ളതും വരണ്ടതുമായി നാം കാണുന്ന രാജസ്ഥാനിലെ ഭൂപ്രകൃതിയിലും. അതിനാൽ ഇങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാലക്രമേണ പുറം പെയിന്റ് കേവലം ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് പരിണമിച്ച് നല്ല പ്രാരംഭ രൂപം ഉറപ്പാക്കുകയും വർഷങ്ങളോളം നിലനിർത്തുകയും ചെയ്യുന്നതിന് അറിയപ്പെടുന്നൊരു ഉൽപ്പന്നം സൂര്യപ്രകാശം, അൾട്രാവയലറ്റ് വെളിച്ചം, പൊടി തുടങ്ങിയ എല്ലാ കഠിനമായ കാലാവസ്ഥകൾക്കുമെതിരെ മഴ, കടുത്ത ചൂടുള്ള അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിലും സംരക്ഷിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, ഒരു ഉപഭോക്താവിൻ്റെ വീക്ഷണത്തിൽ ഞാൻ പറയും, എക്സ്റ്റീരിയർ പെയിന്റുകളുടെ വിഭാഗം ഒരു പ്രധാന സത്ത ഉപയോഗിച്ച് സൗന്ദര്യാത്മകതയും ഈടുനിൽപ്പും നൽകേണ്ടതുണ്ട്. ദീർഘകാലം നിലനിൽക്കുന്ന അല്ലെങ്കിൽ സുസ്ഥിരമായ സൗന്ദര്യം നൽകുന്നതിന് ഇപ്പോൾ നമ്മൾ സൗന്ദര്യാത്മകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഉപഭോക്താവ് 2 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്നാമതായി, അവർ ഒരു വെള്ള പെയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വെണ്മയേറിയ വെള്ള പെയിന്റ് ആയിരിക്കണം. രണ്ടാമതായി, അവർക്ക് ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന ഷെയ്ഡുകൾ ഉണ്ടായിരിക്കണം. അത് അതുല്യമാക്കാൻ ഇളവും ഇരുണ്ടതുമായ നിറങ്ങളുടെ സംയോജനം സൃഷ്ടിക്കാൻ നോക്കാം എക്സ്റ്റീരിയറിലേക്ക്. രണ്ടാമതായി, ഉപഭോക്താവും നോക്കുന്നു നിലനിർത്തലിനായി. നമ്മൾ സംസാരിച്ചതുപോലെ 1-ലധികം വശങ്ങൾ അതിലുൾപ്പെടുന്നു. ആദ്യം, പൊടി കളയണോ അതോ പൊടിക്കെതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കണോ? അതായത് പെയിന്റ് ഒന്നെങ്കിൽ പുറന്തള്ളണം, അല്ലെങ്കിൽ പൊടി അതിൻ്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഇത് അടിത്തറ വൃത്തിയുള്ളതായി കാണപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, മികച്ച പൊടി പ്രതിരോധത്തിൻ്റെ ആഴം കൂടുന്തോറും കാഴ്ചയിൽ കൂടുതൽ വൃത്തിയുള്ളതാകുന്നു. തേയ്മാനം തടയുന്ന പെയിന്റ് ക്ഷാര സ്വഭാവത്തെ ചെറുക്കാൻ പര്യാപ്തമായിരിക്കണം. ജെറ്റ് വാഷർ, ഹോസ് പൈപ്പ് അല്ലെങ്കിൽ സ്ക്രബിംഗ് ബ്രഷ് എന്നിവ ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ അതിലിരിക്കുന്ന കറയോ പഴയ അഴുക്കോ നീക്കം ചെയ്യാൻ ഇത് ആവശ്യമാണ്. മികച്ച തേയ്മാന പ്രതിരോധ ഫിലിം കേടുകൂടാതെയും പരോക്ഷമായും ഒരു മികച്ച അന്തരമുള്ള ഫിലിമിലേക്ക് നയിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു. അടുത്തത്, ഷെയ്ഡ് നിലനിർത്തുന്നത്. പെയിന്റ് കാലത്തിനനുസരിച്ച് മങ്ങരുത്. അതാണ് ഓരോ ഉപഭോക്താവിൻ്റെയും പ്രതീക്ഷ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ ആഘാതം, അല്ലെങ്കിൽ ക്ലോറിൻ പോലെയുള്ള മലിനീകരണം, അല്ലെങ്കിൽ വായുവിലേക്ക് ബ്ലീച്ചിങ് പോലുള്ള ചില രാസപ്രവർത്തനങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. കൂടാതെ നിങ്ങളൊരു ഈട് നിൽക്കുന്ന എക്സ്റ്റീരിയർ കളറിന് ഉപയോഗിക്കുന്നില്ലെങ്കിലും കാരണമാവാം. അടുത്തതായി, ആൽഗൽ അല്ലെങ്കിൽ മൈക്രോബിയൽ വളർച്ച. പൊതുവെ ബാഹ്യ പെയിന്റ് മഴയിൽ നിന്നോ ഡ്രെയിൻ ലൈനുകളിൽ നിന്നോ വരുന്ന വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്നു, അല്ലെങ്കിൽ സൂര്യപ്രകാശവുമായി ചേരുമ്പോൾ സൂക്ഷ്മജീവികളുടെയോ സസ്യങ്ങളുടെയോ വളർച്ച അതിൽ നടക്കുന്നതായി നമുക്ക് കാണാം. പച്ച കലർന്ന അല്ലെങ്കിൽ തവിട് നിറമുള്ള പാച്ചുകളുടെ ഭാഗമായി ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെ ആൽഗേകൾ എന്ന് വിളിക്കുന്നു. കേരളം, മഹാബലേശ്വർ തുടങ്ങിയ തീരദേശ മേഖലകളിലും നിങ്ങൾക്കിത് പ്രധാനമായി കാണാൻ കഴിയും. എക്സ്റ്റീരിയർ പെയിന്റിന് മികച്ച ആൻറ്റി ആൽഗൽ പ്രകടനം ആവശ്യമാണ്. അതിനർത്ഥം ഒരു പെയിന്റിന്റെ ബാഹ്യ ഉപരിതലത്തിൽ ഈ സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയണം. ഒരു പെയിന്റ് പുറം ഉപരിതലത്തിൽ ഈ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ തടയുകയും അത് അതിന്റെ സുന്ദരത പരോക്ഷമായി ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തതായി, യാതൊരു കാരണവശാലും ഒരിക്കൽ ഉപയോഗിച്ച പെയിന്റ് ഫിലിം ഉപരിതലത്തിൽ നിന്ന് പറഞ്ഞു പോരുകയോ അടരുകയോ ചെയ്യരുത്. നമ്മൾ പറയാറില്ലേ, പെയിന്റ് അടർന്നു പോവരുതെന്ന്. ഇത് സംഭവിക്കുന്നത് പെയിന്റും പാളിയും തമ്മിലുള്ള സംസക്തി ദുർബലമാകുമ്പോൾ മാത്രമാണ്. ഇത് 1-ലധികം കാരണങ്ങളാലാകാം. പാളിയിലെ പോരായ്മകൾ, അല്ലെങ്കിൽ ചോർച്ച, അല്ലെങ്കിൽ ഊറൽ എന്നിവ മൂലമാകാം അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ കഴിയുന്നത്ര പെയിന്റ് പൊട്ടിപ്പോവുകയോ നുറുങ്ങുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം. അടുത്തത്,
ആൻറ്റി കാർബണേഷനാണ്. ഇത് ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു പാളി പോലെയാണ്. ഇത് കെട്ടിടത്തിലോ കോൺക്രീറ്റിലോ ഉള്ള ഇരുമ്പ് കമ്പികളുടെ നാശത്തെ തടയുന്നു. ഇതെന്താണ് ചെയ്യുന്നത്? ഈ തടസ്സപ്പാളി കോൺക്രീറ്റിനുള്ളിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവിനെ തടയുകയും അത് പരോക്ഷമായി നിങ്ങളുടെ വീട് അല്ലെങ്കിൽ കെട്ടിടത്തിന് അധിക ഘടന അഥവാ അധിക ശക്തി നൽകും. അവസാനമായി, വിള്ളൽ തടയാനുള്ള കഴിവ്. ഇപ്പോൾ ഇത് ഒന്നിലധികം കാരണങ്ങളാൽ സംഭവിക്കാം. എന്നാൽ കാലക്രമേണ കൽപ്പണിയുടെ പാളികളിൽ ഒന്നിലധികം വിള്ളലുകൾ വികസിക്കുന്നത് നമുക്ക് കാണാം. മാറി മാറി വരുന്ന ചൂടുള്ളതും തണുപ്പുള്ളതുമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ, പെയിന്റ് ഉപരിതലത്തിലെ ശരിയല്ലാത്ത ക്യൂറിംഗ് തുടങ്ങിയവ മൂലമാണ് പ്രധാനമായും സംഭവിക്കുന്നത്. അതിനാൽ ഇപ്പോൾ പെയിന്റിന് ഒരു ഗുണമുണ്ട്. അത് നീണ്ടു വലിഞ്ഞ് പെയിന്റിങ്ങിന് ശേഷം സംഭവിക്കുന്ന ഹെയർലൈൻ ക്രാക്കുകൾ മറയ്ക്കാനോ കഴിയും. മൊത്തത്തിൽ ഒരു ഉപഭോക്താവ് നല്ല മോടിയുള്ള പെയിന്റ് മാത്രം ചോദിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ അതിനെ മോടിയുള്ളതാക്കുന്നവയാണ്. ബിർള ഓപ്പസ് നിങ്ങൾക്കിത് നൽകാൻ ഇവിടെയുണ്ട്. ഞാൻ ഭാസ്കർ നാഥാണ്. എക്സ്റ്റീരിയർ എമൽഷൻ കവറേജിൽ നിന്ന് കരാറുകാരും ആപ്ലിക്കേറ്റർമാരും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കവറേജ്. പെയിന്റുകളിൽ കവറേജ് ഒരു സാർവത്രിക പ്രതീക്ഷയാണ്. ഉയർന്ന കവറേജ് അർത്ഥമാക്കുന്നത് ഒരേ പെയിന്റ് ചെയ്യാവുന്ന പ്രദേശം കവർ ചെയ്യുന്നതിന് മെറ്റീരിയലിൻ്റെ കുറഞ്ഞ ഉപയോഗമെന്നാണ്. അതിനാൽ പെയിന്റ് അടിക്കുന്നവർക്കും കരാറുകാർക്കും ലാഭവും മിച്ചം പിടിക്കാനും സാധിക്കുന്നു. ഹൈഡിംഗ്. ഹൈഡിംഗ് പ്രയോഗിച്ച പെയിന്റിൻ്റെ അടിഭാഗത്തെ ഉപരിതലത്തെ മറയ്ക്കാനുള്ള ശേഷിയാണ്. സാധാരണയായി ടോപ്പ് കോട്ടിങ്ങിൻ്റെ 2 കോട്ടുകൾ പ്രൈമർ കോട്ടിൽ പ്രയോഗിക്കുന്നു. മുമ്പ് പൂശിയ ഷെയ്ഡ് മറയ്ക്കാൻ കഴിയണം. അതിനാൽ 3ാമത്തെ കോട്ട് ആവശ്യമില്ല. ഇരുണ്ട ഷെയ്ഡുകൾ ഉപയോഗിച്ച് പെയിന്റിംഗ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകിച്ചും ആവശ്യമാണ്. വെളുപ്പ്. കോൺട്രാക്ടർമാർ വെളുപ്പിനെ വിലമതിക്കുന്നു. കാരണം അവരുടെ ഉപഭോക്താക്കൾ ലെവലിംഗിലെ ഫ്ലോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നൽകിയിരിക്കുന്ന ഏകീകൃത മിനുസമാർന്ന ഫിനിഷിൽ നിന്ന് പെയിന്റുകൾ എങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ അളവാണിത്. അങ്ങനെ ബ്രഷ് മിശ്രിതം കുറയ്ക്കുന്നു. ക്വിക്ക് ഡ്രൈയിങ്. കരാറുകാർ സാധാരണയായി തൊഴിൽ ചെലവ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയിന്റുകൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രധാന കാര്യം ഉപയോഗിക്കാനുള്ള എളുപ്പമാണ്, അഥവാ ഓപ്പൺ ടൈം. പെയിന്റർമാർക്ക് പെയിന്റ് ഉപയോഗിക്കാൻ കഴിയുന്ന എളുപ്പമാർഗമാണിത്. പ്രയോഗിക്കുന്ന സമയത്ത് ഡ്രാഗ് അനുഭവപ്പെടാതെ. എക്സ്റ്റീരിയർ ടെക്സ്ചറുകളുടെ കാര്യത്തിൽ ഓപ്പൺ ടൈം എന്നത് ഉൽപ്പന്നം ഉപരിതലത്തിൽ പുനഃക്രമീകരിക്കുന്നതിനോ മിശ്രിതമാക്കുന്നതിനോ പര്യാപ്തമായതോ നനഞ്ഞതോ ഉണങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് ആയ കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഇത് നിർണായകമായ പരിഗണനയാണ്, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്. കാരണം ഉപരിതലത്തിൽ പെയിന്റ് എത്ര സമയം ക്രമീകരിക്കാൻ കഴിയുമെന്നതിനെ ഇത് ബാധിക്കുന്നു. ഏറ്റവും ഉയർന്ന വേനൽക്കാലത്ത് ടെക്സ്ചർ പ്രയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ നിർണായകമാണ്. മറ്റൊരു പ്രധാന ഘടകമാണ് സാഗ് റെസിസ്റ്റൻസ്. ഇത് ഒരു പെയിന്റിൻ്റെ ശേഷി അല്ലെങ്കിൽ ലംബമായ അല്ലെങ്കിൽ ഓവർഹെഡ് ഉപരിതലത്തിൽ പ്രയോഗിക്കുമ്പോൾ താഴേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ചുരുങ്ങുന്ന ഘടനയെ സൂചിപ്പിക്കുന്നു. പെയിന്റ് പ്രയോഗിക്കുമ്പോൾ ഇറ്റിറ്റ് വീഴുകയോ ഒഴുകുകയോ ചെയ്യാതെ ഒരു കോട്ടിംഗ് നിലനിർത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഗുരുത്വാകർഷണം പെയിന്റ് താഴേക്ക് നീങ്ങാൻ കാരണമാകുന്ന പ്രതലങ്ങളിൽ. ടെക്സ്ചറുകളുടെ കാര്യത്തിൽ എന്ന പോലെ ഉയർന്ന കനത്തിൽ പ്രയോഗിക്കുമ്പോൾ ഇത് വളരെ നിർണായകമായി തീരുന്നു.